അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഒന്നാമത് രേണു ചേച്ചി ഭയങ്കര പാവാണ്, ഈ കാണുന്ന രേണുവല്ല. എനിക്കെല്ലാം മനസ്സിലായെന്ന്. പക്ഷെ രേണു ചേച്ചിനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. 100% ഞാൻ യോജിക്കുന്നു. ഈ ഇപ്പൊ അടുത്തും കൂടെ രേണുജിന്റെ വീട്ടില് ഒരു എന്താ ഉറക്കം വരുന്നു. ഒരു യൂട്യൂബർ പോയിട്ട് എന്താണത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഒരു മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വീട്ടില് പോയിട്ട് എന്താണ് ലൈവ് ഇട്ടിട്ട് കാണിച്ചോണ്ടിരിക്കുക. വെറുതെ പോരടിച്ചിരുന്നപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. ഒരു പ്രൈവസി വേണ്ടേ? എന്താ ആണല്ലോ. ഒരു എല്ലാ വിറ്റ് കാശാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. വളരെ മോശം. എനിക്ക് രേണു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു, രേണു ചേച്ചി അങ്ങനെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്ക്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്തിനാണ്, എന്ത് ഗുണം ഉണ്ടായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചിക്ക്, ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചേർത്ത് പിടിക്കും. നോക്കാതെ ചെയ്തിരിക്കും. മലയാളികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.